ഗോവിൻ്റെ ശരീരത്തിലേക്കാണ് ആ വിഷാംശമൊക്കെ അത് അബ്സോർവ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അത് കഴിച്ചു കഴിഞ്ഞാൽ പല വിധത്തിലുള്ള അസുഖങ്ങൾ കാര്യങ്ങളൊക്കെ വന്നു ചേരുമെന്ന് പറയുന്നത്. മുടിജി ഗോപൂജ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ചിട്ടയോടുകൂടി ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് മോഡിജി വീണ്ടും വീണ്ടും ഉയരങ്ങളിലേക്കാണ്. തൊട്ടു വണങ്ങി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പലവിധ മാറാ രോഗങ്ങളിൽ നിന്നും മുക്തി കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ സന്താന ഭാഗ്യം ഉണ്ടാകാനായിട്ട് ഒരു പശുവിനും കിടാവിനും. നമസ്കാരം. ബെട്രിക് ചാനലിന്റെ സെഗ്മെന്റായ ജ്യോതിഷ കൃഷ്ണാമൃതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ട് പറയുന്നത് നമ്മുടെ കണ്ണൻ, നമ്മുടെ ഉണ്ണിക്കണ്ണൻ പോലെ നമ്മുടെ പ്രധാനമന്ത്രിയായ മോദിജി വരെ പശുവിനെ ഗോമാതാവായി പൂജിക്കുന്നത് എന്തുകൊണ്ടാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ട് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. അതുപോലെ വിവാഹ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ, ജോലി സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ, ഇപ്പോഴത്തെ സമയം, ഇതിനെക്കുറിച്ചെല്ലാം ഗൃഹപ്രവേശം ആവുന്നതിനുള്ള, അതായത് ഗൃഹനിർമ്മാണം തുടങ്ങുന്നതിനുള്ള സമയം, അങ്ങനെ ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നതിന്, അതുപോലെ തന്നെ പൂജകൾക്കൊക്കെ ആയിട്ട് ഈ നമ്പറിൽ ബന്ധപ്പെടുക. അപ്പം ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നതാണ്. അപ്പം ഇനി ഇന്നത്തെ വീഡിയോയിലേക്ക് തന്നെ നമുക്ക് കിടക്കാം. വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ട് പറയുന്നത് നമ്മുടെ ഉണ്ണിക്കണ്ണൻ മുതൽ നമ്മുടെ പ്രധാനമന്ത്രിയായ മോദിജി വരെ പശുവിനെ ഗോമാതാവായി കാണുന്നത്, അല്ലെങ്കിൽ ഗോമാതാവായി പൂജിക്കുന്നത്, ഗോപൂജ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ട് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ കാമധേനുവിനെയാണ് നമ്മൾ ഗോമാതാവായി പ്രധാനമായിട്ട് കാണുന്നത്. കാമധേനു വസിക്കുന്നത് ദേവലോകത്താണ്. അപ്പോൾ പണ്ടുള്ള മുനിവര്യന്മാരൊക്കെ ഈ കാമധേനുവിനോട് കാര്യങ്ങൾ പറയാൻ നേരത്ത് എന്തുണ്ടെങ്കിലും കാമധേനു അത് ആഗ്രഹങ്ങൾ സഫലമാക്കി തരും. യജ്ഞശാലയിലേക്ക്, അതുപോലെ പൂജയിലേക്കൊക്കെ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം കാമധേനുവാണ് എത്തിച്ചിരുന്നത്. അതാണ് കാമധേനുവിൻ്റെ ഏറ്റവും വലിയൊരു സവിശേഷത. അതുപോലെ തന്നെ ഈ ഗോവിൽ നിന്നാണ് നമ്മുടെ ക്ഷേത്രങ്ങളിലേക്കുള്ള പ്രധാനപ്പെട്ട ഒരു പൂജയ്ക്ക് ആവശ്യമായ പഞ്ചഗവ്യം ഉണ്ടാക്കുന്നത്. അതായത് ഗോവിൽ നിന്നുള്ള പാല്, അതുപോലെ തന്നെ ചാണകം, അതുപോലെ അതിൻ്റെ ഗോമൂത്രം, അതുപോലെ പാലിൽ നിന്നുള്ള നെയ്യ്, അതുപോലെ തന്നെ മോര്, ഈ 5 കൂട്ടങ്ങൾ ചേർത്തിട്ടാണ് നമ്മൾ ക്ഷേത്രങ്ങളിലേക്കുള്ള വളരെ എന്താ പറയുന്നത്, പഞ്ചഗവ്യമാണ് ഏറ്റവും വലിയ എന്തെങ്കിലും കലശത്തിന്, എന്ത് കാര്യത്തിനൊക്കെ ആണെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്നൊരു കാര്യം. അപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് ഏറ്റവും ഗുണമുള്ളതും അതുപോലെ തന്നെ ഏറ്റവും പോസിറ്റീവായിട്ടുള്ളതും ഗോവിൽ നിന്നുമാണ് ലഭിക്കുന്നത്. വേറൊരു ആൾക്കാരികൾക്കോ അങ്ങനെയുള്ളൊരു കാര്യങ്ങളില്ല. അതായത് ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, പശു ഭക്ഷിക്കുന്ന എന്തെങ്കിലും ഈ പറഞ്ഞ പുല്ല് അങ്ങനെയുള്ള കാര്യങ്ങൾ, അപ്പം അതിൽ നിന്നുള്ള വിഷം അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത്, അതായത് ഇതിലുള്ള ദ്രവ്യങ്ങളിൽ നിന്നുള്ള വിഷാംശം അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് ഈ പറഞ്ഞ ഗോമാതാവ് അല്ലെങ്കിൽ ഈ പറയുന്ന പശു അത് അതിൻ്റെ ശരീരത്തിലേക്ക് എടുത്തിട്ട് ബാക്കി അതിൻ്റെ ഏറ്റവും ഗുണമുള്ള കാര്യങ്ങളാണത് പുറത്തേക്ക് വിടുന്നത്. അതായത് ഗോമൂത്രം ആയിക്കോട്ടെ, ചാണകം ആയിക്കോട്ടെ, പാലായിക്കോട്ടെ, അതൊക്കെ ഏറ്റവും ഗുണമുള്ളത് തന്നെയാണ് പുറത്തേക്ക് അത് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ പറഞ്ഞ ഗോവിനെ ഭക്ഷിക്കരുത് എന്ന് പറയുന്നത് കൊണ്ട് തന്നെ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പറമ്പിൽ നിന്നുള്ള ആയിക്കോട്ടെ, അങ്ങനെ പല കാര്യങ്ങളും, അത് ഈ പുല്ല് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് എന്തെങ്കിലും ഒരു വിഷാംശം കാര്യങ്ങളുണ്ടെങ്കിൽ അത് അതിൻ്റെ ശരീരത്തേക്ക് തന്നെ അത് അബ്സോർബ് ചെയ്തിട്ട് നമുക്ക് ഏറ്റവും ഗുണമുള്ള കാര്യമാണ് ഈ പശു നമുക്ക് തരുന്നത്. അപ്പം അതുകൊണ്ട് ഗുണമുള്ളൂ. പക്ഷേ
ഈ പറഞ്ഞ വിഷാംശമുള്ള ശരീരം, അതായത് ഗോവിൻ്റെ ശരീരത്തിലേക്കാണ് ആ വിഷാംശമൊക്കെ അത് അബ്സോർവ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അത് കഴിച്ചു കഴിഞ്ഞാൽ പല വിധത്തിലുള്ള അസുഖങ്ങൾ കാര്യങ്ങളൊക്കെ വന്നു ചേരുമെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗോമാതാവിനെ പ്രാർത്ഥിച്ചാലുണ്ടാവുന്ന ഗുണമെന്ന് പറഞ്ഞാൽ എന്ത് കാര്യവും നേടിയെടുക്കാൻ പറ്റുന്ന നമുക്കുള്ളൊരു ഭാഗ്യം, അല്ലെങ്കിൽ ഈ പറഞ്ഞ കാമധേനുവിൻ്റെ പരമ്പരയിൽപ്പെട്ട ഒരു കാര്യമാണ് ഈ പറഞ്ഞ ഗോമാതാവ്. നമ്മളിപ്പോൾ രാവിലെ എന്തെങ്കിലും കാര്യങ്ങൾ സാധിക്കണം എന്ന് വിചാരിച്ച് നമ്മൾ പോകുമ്പോൾ ആദ്യം തന്നെ പശു അല്ലെങ്കിൽ പറഞ്ഞ ഗോമാതാവ് പിന്തിരിഞ്ഞ് നിൽക്കുന്നതാണ് നമ്മൾ കാണുന്നതെങ്കിൽ നമുക്ക് 100% കാര്യം നടക്കും. കാര്യം എന്താണെന്ന് വെച്ചാൽ പശുവിൻ്റെ പൃഷ്ഠഭാഗത്ത് ലക്ഷ്മി ദേവി കുടികൊള്ളുന്നു എന്നാണ് പ്രധാനമായിട്ട് പറയുന്നത്. അപ്പം കണ്ടിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ 100% റെഡിയാവും. അതുപോലെ ഈ പറഞ്ഞ ഗോപൂജ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന, അതായത് ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രധാനമന്ത്രിയായ മോഡിജി ഗോപൂജ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ചിട്ടയോടുകൂടി ചെയ്യുന്ന ആളാണ്. പശുപരിപാലനം കാര്യങ്ങൾ അതിനെയൊക്കെ മനസ്സുകൊണ്ട് തന്നെ ഗോമാതാവായി പ്രാർത്ഥിച്ച് അങ്ങനെ പോകുന്ന നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ് മോഡിജി. അതുകൊണ്ട് മോഡിജി വീണ്ടും വീണ്ടും ഉയരങ്ങളിലേക്കാണ്. ഒരു മുഖ്യമന്ത്രിയിൽ നിന്നും ഇപ്പം ശരിക്കും പറഞ്ഞാൽ എന്താണ്, നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയല്ല, ലോകത്തിൻ്റെ തലവനായി ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു ഏറ്റവും നല്ലൊരു പ്രധാനമന്ത്രി, ലോകത്തിൽ തന്നെ ഒരു മികച്ചൊരു പ്രധാനമന്ത്രിയായി വന്നുകൊണ്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മോദിജി. അപ്പം അതൊക്കെ ഗോമാതാവിൻ്റെ ഒരു അനുഗ്രഹമായിട്ട് തന്നെ. അതുപോലെ തന്നെ നമ്മുടെ യോഗി ആദിത്യനാഥ്, അപ്പോൾ അങ്ങനെ ആ മിനിസ്റ്റർ UP സർക്കാർ യോഗി ആദിത്യനാഥ് ജിയും ഇതുപോലെ തന്നെ ഈ ഗോമാതാവിൻ്റെ പൂജ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അതിൻ്റെ പരിപാലനം എല്ലാം കറക്റ്റായിട്ട് തന്നെ ചെയ്ത് മനസ്സുകൊണ്ട് എന്താ പറയുന്നത്, അദ്ദേഹം വളരെ ചിട്ടയോടുകൂടി തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നത്. അദ്ദേഹത്തിനും ഈ ഗോമാതാവിൻ്റെ അനുഗ്രഹങ്ങൾ കാര്യങ്ങൾ വന്നു. അദ്ദേഹവും നല്ല രീതിയിൽ തന്നെയാണ് ഇപ്പോൾ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ ഉദാഹരണം രണ്ടുപേരുടെ പറയാനായിട്ട് പ്രധാനമായിട്ട് ഗോപൂജ കാര്യങ്ങൾ, ഗോമാതാവിനെ പ്രാർത്ഥിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉയരങ്ങളിൽ നിന്നും വീണ്ടും ഉയർച്ചയിലേക്ക് തന്നെയാണ് വരുന്നത്. അതിനുള്ള 2 ഉദാഹരണമാണ് ഞാൻ നമ്മുടെ മോദിജി അതുപോലെ തന്നെ യോഗി ആദിത്യനാഥ് ജിയെയും കൂടി ഞാൻ ഇതിനകത്ത് പറഞ്ഞത്. വളരെ ബഹുമാനത്തോടു കൂടിയാണ് ഈ 2 പേരുടെയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെ വേറൊരു 2-3 കാര്യങ്ങൾ കൂടിയുണ്ട്. പശു എന്ന് പറയുന്നത് നമ്മുടെ ഗോമാതാവായി തന്നെ കാണണം എന്ന് പറഞ്ഞത് പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്. പ്രധാനമായിട്ട് 2 കാര്യം. ഒന്ന്, പശു പരിപാലനത്തിലൂടെ, അതായത് പശുവിന് നമ്മൾ പുല്ല് അങ്ങനെയുള്ള ഭക്ഷണമൊക്കെ കൊടുത്ത് എന്താണ് അതിനുള്ള നല്ല രീതിയിലുള്ള ഭക്ഷണം അതൊക്കെ കൊടുത്ത് തൊട്ടു വണങ്ങി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പലവിധ മാറാ രോഗങ്ങളിൽ നിന്നും മുക്തി കാര്യങ്ങളൊക്കെ വന്നു ചേരുമെന്നുള്ളതാണ് പ്രധാനമായിട്ട് പറയുന്നത്. ഇതൊക്കെ എനിക്ക് പറഞ്ഞു തന്ന ശരിക്കും പറഞ്ഞാൽ എന്നെ പഠിപ്പിച്ച താന്ത്രിക വിദ്യയൊക്കെ പഠിപ്പിച്ച ഗുരുനാഥനാണ്. അപ്പോൾ PK ഈശ്വരൻ നമ്പൂതിരി, ഈശ്വരൻ ചേട്ടനാണ് എനിക്കിതെല്ലാം കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നത്. അതുപോലെ തന്നെ സന്താന ഭാഗ്യം ഉണ്ടാകാനായിട്ട് ഒരു പശുവിനും കിടാവിനും ഇതുപോലെ ഈ പറഞ്ഞ ഭക്ഷണം എല്ലാം കൊടുത്ത് അതിനെ തൊട്ട് വന്ദിച്ച് കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ സന്താന ഭാഗ്യം കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ളതാണ് മുൻകാലങ്ങൾ മുതലുള്ളൊരു ചിട്ട. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെയധികം നല്ല രീതിയിൽ തന്നെ ചെയ്യുക. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ബ്രാഹ്മണന്മാരായിട്ടുള്ള ആൾക്കാരെല്ലാം രാവിലെ സന്ധ്യാവന്ദനം കാര്യങ്ങളൊക്കെ ചെയ്യും. അവർ രാവിലെ ഗായത്രി കാര്യങ്ങളൊക്കെ ജപിച്ച് പ്രാർത്ഥിച്ചു വരുമ്പോൾ 7 ലോകങ്ങളിലായി പ്രാർത്ഥിച്ചു വരുന്ന ഒരു കാര്യമാണ് 7 പ്രദക്ഷിണം വെച്ച് വരിക എന്ന് പറയും. അങ്ങനെ 7 പ്രദക്ഷിണം വെച്ച് വരുന്ന വഴിയിൽ 7 ലോകങ്ങളാണ്.
അതിലൊരു ലോകത്ത് ഈ പറഞ്ഞ ഗോമാതാവായ കാമധേനു ഉണ്ടാവും. അപ്പൊ ആ അനുഗ്രഹം കൂടി മേടിച്ചു വന്നതിന് ശേഷമാണ് ബാക്കി നാരായണീയ ജപം അതുപോലെ തന്നെ ശിവന്റെ അഷ്ടോത്തരം കാര്യങ്ങളൊക്കെ ചൊല്ലുന്നത്. അപ്പോൾ എന്ത് കാര്യവും നമ്മൾ നേടിയെടുക്കാൻ വേണ്ടി നമ്മുടെ ഏറ്റവും അടുത്തുള്ള ഒരു കാര്യമാണ് ഭഗവാൻ കൃഷ്ണൻ മുതൽ നമുക്ക് ഈ പറഞ്ഞ മോദിജി വരെ ഗോമാതാവായി കാണുന്നത്. നമ്മുടെ എന്ത് കാര്യവും നേടിയെടുക്കാനുള്ള ഒരു കാര്യമാണ് പശുവിനെ ഗോമാതാവായി കണ്ട് പ്രാർത്ഥിക്കുക, വണങ്ങുക എന്ന് പറയും. അതിന് നമ്മളെന്തെങ്കിലുമൊക്കെ ഒരു തീറ്റ അല്ലെങ്കിൽ അതിനുള്ള ഭക്ഷണമൊക്കെ കൊടുത്ത് തൊട്ട് വന്ദിച്ചാലോ നമ്മളെന്താണ് വിചാരിക്കുന്നത് അത് തീർച്ചയായും നടക്കും. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ട് പറയുന്നത്. പൊതുവെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറേ പേർക്കൊക്കെ അറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്യാമെന്ന് തന്നെ വിചാരിച്ചത്. കാര്യം 1-2 പേരെന്നോട് നേരിട്ട് ചോദിച്ച ഒരു കാര്യമാണ്, തിരുമേനി ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും ഞാൻ ചെയ്യാം. അപ്പം ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഈശ്വരൻ ചേട്ടനോട് ചോദിച്ചു. എൻ്റെ ഗുരു കൂടിയായ അദ്ദേഹമാണ് എനിക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത്. അപ്പോൾ ഇത്രയും കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പം പറ്റുന്നവരൊക്കെ ഏതെങ്കിലും ക്ഷേത്രങ്ങളിലോ അല്ലെങ്കിൽ ചിലരുടെ വീടുകളിലൊക്കെ ഉണ്ടാവും ഈ പറഞ്ഞ പശുക്കളെ വളർത്തുന്നത്. അപ്പം ഇനി കാണുമ്പോഴെങ്കിലും പശുവിനെ ഗോമാതാവായി തന്നെ പ്രാർത്ഥിച്ച് ശരിക്കും പറഞ്ഞാൽ ഒന്ന് തൊട്ട് വന്ദിക്കുക എന്ന് പറയും. ജസ്റ്റ് ഒന്ന് തൊട്ട് വന്ദിച്ച് അതിൻ്റെ അനുഗ്രഹം ഭഗവാൻ ശരിക്കും പറഞ്ഞാൽ ഭഗവാനിലൂടെ തന്നെ അത് ലഭിക്കുക എന്നുള്ളതാണ്. നമുക്ക് തൊട്ടടുത്ത് തന്നെ ആ ഭാഗ്യം കൈവരിക്കാം. പല ഗോശാല കൃഷ്ണൻ അതുപോലെ തന്നെ പല കൃഷ്ണൻ്റെ ക്ഷേത്രങ്ങളിലുമൊക്കെ ഈ പറഞ്ഞ പശുവിനെ വളർത്തുന്ന ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ചെന്നിട്ടാണേലും നമുക്ക് വീടുകളിൽ വളർത്താൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ പോലും അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിലൊക്കെ പോയി ഒന്ന് അവിടെ കുറച്ച് പുല്ലൊക്കെ ചിലപ്പോൾ കാണും, ഇല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും മേടിച്ചുകൊണ്ട് പോവുക അതിന് കൊടുക്കാനുള്ള എന്താണെന്ന് വെച്ചാൽ. അപ്പോൾ അത് മേടിച്ചുകൊണ്ട് പോയി കൊടുത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് മേളിലൊക്കെ ഒന്ന് തൊട്ട് വന്ദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുടുംബത്തിനൊക്കെ ഐശ്വര്യം കാര്യങ്ങളുണ്ടാവും. അങ്ങനെ തന്നെയാണ് നമുക്ക് മോദിജിക്കും അതുപോലെ തന്നെ ഈ പറഞ്ഞ നമ്മുടെ യോഗി ആദിത്യജിക്കൊക്കെ ഉയർച്ചയിൽ നിന്ന് വീണ്ടും ഉയർച്ച. നമ്മുടെ രാജ്യത്തിൻ്റെ എന്താ പറയുന്നത് ഉന്നമനത്തിന് വേണ്ടി തന്നെയാണ് അവർ പരിശ്രമിക്കുന്നത്. അത് ഉറപ്പായിട്ടും തന്നെ നമ്മൾ ഇന്ത്യ നമ്പർ 1 തന്നെ ആവും. നമ്മുടെ ഭാരതം ലോകത്തിൽ തന്നെ ഒന്നാമതെത്തും എന്നുള്ളൊരു വിശ്വാസം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ കാര്യമാണ്, പശുവിനെ എന്തുകൊണ്ടാണ് ഗോമാതാവായി നമ്മൾ കാണുന്നത്. അപ്പോൾ ഇനി ഇതിനുള്ള സംശയങ്ങളൊക്കെ മാറിയെന്ന് തന്നെ വിചാരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഈ ജോലി സംബന്ധമായ തടസ്സങ്ങളോ ജ്യോതിഷപരമായിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. വിഷബാധ ഏറ്റ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. കൈവിഷത്തിൻ്റെ ആയിട്ടൊരു വീഡിയോ തന്നെ ഞാൻ വേറെ ഒരെണ്ണം ചെയ്യാം, വളരെ കാര്യമായിട്ട് തന്നെ പറഞ്ഞുകൊണ്ട്. അന്ന് ഞാൻ ചെറിയ ചെറിയ കാര്യങ്ങളെ പറഞ്ഞുള്ളൂ, എങ്കിലും ഞാൻ വളരെ വിപുലമായിട്ട്, അതായത് അതിനെക്കുറിച്ചുള്ള ഗ്രാഹ്യമായിട്ടുള്ളൊരു നിങ്ങൾക്ക് ചെറിയ രീതിയിൽ പോലും മനസ്സിലാവുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്യാം. അപ്പോൾ പറ്റുന്നവരൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പം വളരെയധികം സന്തോഷമുണ്ട്. കുറേ പേര് എന്നെ വിളിക്കുന്നുണ്ട്, കുറേ പേര് മെസ്സേജ് അയക്കുന്നുണ്ട്, വളരെയധികം സന്തോഷം. അപ്പോൾ എല്ലാവരെയും ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. നമസ്കാരം. ജീവേഷ്.